നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ പിന്നാലെ കൂടിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിന്നാലെ സിദ്ദീഖ് തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ പിന്നാലെ കൂടിയപ്പോ നമ്മുടെ പിന്നിലൊരു ശത്രു കൂടിയാൽ അടുത്തുള്ള വീട്ടിൽ ചെന്നിട്ട് അഭയം ചോദിക്കും നമ്മളെയാ ചെയ്യുക. പക്ഷേ സിദ്ദീഖ് തങ്ങൾ ഓടുന്ന സമയത്ത് ആദ്യമായി കണ്ടത് കഅബാലയമാ. ആ കഅബാലയത്തെ കണ്ടപ്പോ പടച്ചതമ്പുരാനോട് ദുആ ചെയ്താ മതിയല്ലോ, അല്ലാഹുവേ ഈ ശത്രുക്കളെ ശർറിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നതിന് പകരം സിദ്ദീഖ് തങ്ങൾ ആദ്യമായി കഅബാലയത്തെ കണ്ടുമുട്ടിയപ്പോ ആദ്യം പറഞ്ഞുപോയ വാക്കെന്താണെന്നറിയോ? അല്ലാഹുവേ ആക്കിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആരാണ് ദുആ ചെയ്യുന്നത്? പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്ന സഹാബിയാ സിദ്ദീഖുൽ മുത്തുനബി പറഞ്ഞില്ലേ, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെ ഈമാനും ഒരു തുലാസിൽ തൂക്കിയ സിദ്ദീഖാരെ തങ്ങളരച്ച ഈമാൻ ഒരു തുലാസിൽ തൂക്കിയാൽ സിദ്ദീഖിന്റെ ഈമാനിനെ പരാജയപ്പെടുത്താ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളെ ഈമാനല്ല അസാധ്യമാണെന്ന് പഠിപ്പിച്ച നേതാവാ സിദ്ദീഖ് തങ്ങള്. ആ സിദ്ദീഖ് തങ്ങൾ വരെ ഈമാൻ കിട്ടി മരിക്കാൻ ദുആ ചെയ്യുമെങ്കിൽ നമ്മളെവിടെയാ? അല്ലാഹുവേ ആക്കിബത്ത് നന്നാക്കണേ അല്ലാഹ്, അന്ത്യം നന്നാക്കണേ അല്ലാഹ്, ഈമാൻ നൽകണേ അല്ലാഹ്. ആ സമയത്ത് ഇബ്ലീസിനെ അട്ടിയോടിക്കാ ഈ സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് വന്ന മുഅ്മിനീങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വലതുഭാഗത്തിലൂടെ കടന്നു വരുമ്പോ വലതുഭാഗത്തിലൂടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വലതുഭാഗത്തിലൂടെ കടന്നു വരും. 600 ചിറകുകളാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്തത്. 600 ചിറക്. അതിൽ നിന്ന് 2 ചിറകുകൾ മാത്രം ഈ ആകാശഭൂമി കവർ ചെയ്തു. ബാക്കി എത്ര ചിറകുണ്ട്? 600 ചിറകിൽ നിന്ന് 2 ചിറകുകൾ അല്ലാഹു തആല ആകാശഭൂമി കവർ ചെയ്തു. ബാക്കി എത്ര ഉണ്ടാവും? 598 ചിറകുകൾ. ഈ 598 ചിറകുകളിൽ 7 ആകാശത്തിന് പുറത്താ. 2 ചിറകുകളാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശഭൂമി കവർ ചെയ്യുന്നത്. 2 ചിറകുകളുമായിട്ട് പറന്നു വരികയാ സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ കിടക്കുന്ന മയ്യത്തിന്റെ സമീപത്തേക്ക് കടന്നു വരികയാ. വലതുഭാഗത്തിലൂടെ കടന്നു വരുമ്പോ അല്ലാഹുവേ ജിബ്രീലിന്റെ വലതുഭാഗത്തെ ചിറകിൽ എന്താണെന്നറിയോ? സുഖലോലപതി ഇറങ്ങുന്ന സ്വർഗത്തിന്റെ ഫോട്ടോയാ. സുഖലോലപതി ഇറങ്ങുന്ന സ്വർഗത്തിന്റെ ഫോട്ടോയാ മഹാനായ ജിബ്രീലിന്റെ വലതുഭാഗത്തെ ചിറകിലുള്ളത്. മാത്രമല്ല മദീനയുടെ രാജകുമാര ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോട്ടോയാ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വലതുഭാഗത്തെ ചിറകിൽ മുത്തുനബിയുടെ ഫോട്ടോയും സ്വർഗത്തിന്റെ ഫോട്ടോയുമാണുള്ളത്. അല്ലാഹു വലതുഭാഗത്തെ ചിറക് കണ്ട് മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇടതുഭാഗത്തെ ചിറകിലുള്ളത് എന്താണ്? നരകത്തിന്റെ ഫോട്ടോയാ ഇടതുഭാഗത്തെ ചിറകിലുള്ളത്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടതുഭാഗത്തെ ചിറകിൽ ഭീകരമായ നരകത്തിന്റെ ഫോട്ടോയാണ്. ആ സമയത്ത് ജിബ്രീൽ വന്നിട്ട് വലതുഭാഗത്തെ ചിറകങ്ങ് കാണിച്ചു തന്നാ അസ്രായീൽ റൂഹിനെ പിടിക്കുന്നതിന്റെ വേദന നമുക്ക് ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ ജിബ്രീലിന്റെ വലതുഭാഗത്തെ ചിറക് കണ്ട് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. റൂഹിനെ അവസാനം തൊണ്ടൻകുഴിയിൽ നിന്ന് പറിച്ചെടുത്ത നമ്മുടെ വായയിലൂടെ പറിച്ചെടുക്കുകയാ. മനുഷ്യന്റെ വായയിലൂടെ പറിച്ചെടുത്തതിന് ശേഷം അവസാനം മൂക്കിലൂടെ റൂഹിനെ പറിച്ചെടുക്കുകയാ. മൂക്കിൽ നിന്ന് പറിച്ചെടുത്തതിന് ശേഷം അവസാന കണ്ണിൽ നിന്ന് പറിച്ചെടുക്കുന്നത്. മനുഷ്യന്റെ 2 കണ്ണിൽ നിന്ന് റൂഹിനെ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുമ്പോ മരിക്കുന്ന മയ്യത്ത് വിട പറയുന്ന
പറയുന്ന റൂഹിനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാ മറിച്ചു കിടക്കുന്നത് കണ്ണ് മുകളിലോട്ടാവാ. കാരണം എന്താ? ഇവിടെ പറയുന്ന റൂഹിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 99 പ്രാവശ്യമാ മനുഷ്യന്റെ റൂഹിനെ മലക്കുകൾ പിടിക്കുന്നത്. 99 പ്രാവശ്യം. അവസാനം ഈ ഭാഗത്തെത്തുമ്പോ, തലയുടെ ഭാഗത്തെത്തുമ്പോ അസ്രാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹനങ്ങ് വിടുകയാണ്. അല്ലാഹുവേ, ആ മനുഷ്യന്റെ റൂഹങ്ങ് ഇറങ്ങുകയാ. വീണ്ടും വരുന്നു 250 മലക്കുകൾ വലതുഭാഗത്തെ പിടിച്ചുകെട്ടുകയാ. 2ാമത്തെ തവണയും ഇടതുഭാഗത്തെ പിടിച്ചുകെട്ടുകയാ. മരണത്തിന്റെ വേദനയെന്ന് മനസ്സിലാക്കിക്കോ, അസ്രാഹീലിന്റെ രംഗമെന്ന് മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ടവരെ. ഈ മലക്കുകൾ വന്നുകൊണ്ട് 99 പ്രാവശ്യമാ മനുഷ്യന്റെ റൂഹിനെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്കിടുകയാ. അവസാനം 99ാമത്തെ പ്രാവശ്യമാ കണ്ണുകളിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോകുന്നതെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കൊണ്ട് കണ്ണിലുള്ള റൂഹിനെ പറിച്ചെടുത്തു കഴിഞ്ഞാ പിന്നെ അവസാനം കൊണ്ടുപോകുന്നത് മൂർത്താവിലൂടെയാ. പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസമാകുമ്പോ പടച്ച തമ്പുരാനൊരു മലക്കിനെ പറഞ്ഞു വിടൂലോ. ആ മലക്ക് വന്നിട്ട് നമ്മുടെ റൂഹിനെ ഫിറ്റ് ചെയ്യുന്നത് ഏത് ഭാഗത്തിലൂടെയാ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മളെ മൂർത്താവിലൂടെയാ ഫിറ്റ് ചെയ്യുന്നത്. അസ്രായീൽ വന്നിട്ട് അവസാനം കൊണ്ടുപോകുന്നത് മൂർത്താവിൽ നിന്നാ. മൂർത്താവിൽ നിന്ന് ആത്മാവിനെ കൊണ്ടുപോയി കഴിഞ്ഞാ നമ്മുടെ പേര് മാറിയില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പേര് മാറിയില്ലേ പെങ്ങളെ? ഫാത്തിമ എന്നവൾ മയ്യത്തായില്ലേ? സഫിയാൻ എന്നവൾ മയ്യത്തായില്ലേ? മുഹമ്മദ് എന്നവൾ മയ്യത്തായില്ലേ? നമ്മുടെ പേരങ്ങ് മാറുകയാ. ആദ്യമായിട്ട് വീട്ടുകാര് നമ്മെ വിളിക്കുന്ന 2 പേരുകളുണ്ട്. വിവാഹം കഴിഞ്ഞാ പുതിയാപ്പിള എന്ന് പറയുന്നുവെങ്കിലോ നമ്മുടെ റൂഹങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാ എന്റെ പ്രിയപ്പെട്ട ഭാര്യ വരെ, എന്റെ പ്രിയപ്പെട്ട മക്കൾ വരെ വിളിക്കുന്ന പേരെന്നാ? മയ്യത്ത് എന്നാ, മയ്യത്തെന്നാ. ഇതുവരെ ഉപ്പ എന്ന് വിളിച്ച പ്രിയപ്പെട്ട പെണ്ണുമോ ഉപ്പയുടെ മയ്യത്ത് എപ്പോഴാ എടുക്കുന്നത്? എപ്പോഴാ മയ്യത്ത് കുളിപ്പിച്ചു വെക്കുന്നത്? നമ്മുടെ പേര് മാറിയില്ലേ? നമ്മുടെ നാമം മാറിയില്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, അസ്രായീൽ കടന്നു വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ ധാരാളം സാലിഹായ കർമ്മങ്ങൾ ചെയ്യാ. നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന്റെ 4 നൊമ്പരം വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നിങ്ങളത് കേട്ടതായിരിക്കും. ആത്മാവ് 4 സമയത്ത് 4 രംഗത്ത് നമ്മുടെ റൂഹ് നിലവിളിക്കുന്നുണ്ട്. ആദ്യം റൂഹിനെ കൊണ്ടുപോയാൽ റൂഹ് പിന്നെ തിരിച്ചു വരുമ്പോ നമ്മുടെ ബോഡി നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ ആത്മാവ് തിരിച്ചു വരുന്ന സമയത്ത് ഈ ബോഡിയെ കാണുമ്പോ ആദ്യമായിട്ട് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ, ഇതെന്തൊരു രംഗമാണ് റബ്ബേ. ആദ്യമായിട്ട് ആത്മാവിന്റെ നൊമ്പരം അപ്പോഴാണ്. നമ്മളെ ബോഡി കാണുമ്പോൾ ആത്മാവ് കരയും. രണ്ടാമതായിട്ട് മയ്യത്തിനെ കുളിപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ആത്മാവ് നമ്മുടെ ബോഡിയുടെ സമീപത്ത് വന്നിട്ട് പൊട്ടിക്കരയുമെന്ന് ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് മയ്യത്തിനെ കഫം ചെയ്തിട്ട് അവസാനത്തെ കഫം കൂടെ അങ്ങ് ശരീരത്തിലൂടെ മുഖത്തെ അങ്ങ് മറക്കുന്ന സമയത്ത് ആത്മാവ് വിലപിക്കുകയാ, ആത്മാവ് പൊട്ടിക്കരയുകയാ. സ്വന്തം റൂഹ് പൊട്ടിക്കരയുന്ന 3ാമത്തെ രംഗം. അവസാനമായി റൂഹ് പൊട്ടിക്കരയുന്നത് എപ്പോഴാണ്? അവസാനമായി ആത്മാവ് പൊട്ടിക്കരയുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ മയ്യത്തിൻ കട്ടിൽ വെച്ചതിന് ശേഷം, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്തിൻ കട്ടിൽ വെച്ചതിന് ശേഷം ആ വാഹനം വരാത്ത വീടില്ലല്ലോ, കാറ് വരാത്ത, ജീപ്പ് വരാത്ത, ഓരോ ഓട്ടോറിക്ഷ വരാത്ത വീടുകളുണ്ട്. പക്ഷേ 6 കാലുള്ള മയ്യത്തിൻ കട്ടിലെന്ന വാഹനം വരാത്ത വീടില്ലല്ലോ. ആ വാഹനം വന്നിട്ട് ആ വാഹനത്തിൽ നമ്മുടെ ബോഡിയെ വെച്ചതിന് ശേഷം അവസാനമായി നമ്മുടെ ബോഡിയെ നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുകയോ, പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ പ്രിയപ്പെട്ട മക്കളെ ഉയർത്തിയിട്ട് പ്രിയപ്പെട്ട നാട്ടുകാരവരെ ചുമരിൽ നമ്മുടെ മയ്യത്തിൻ കട്ടിലിൽ വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് നമ്മുടെ മയ്യത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാ ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് ആ കട്ടിലിന്റെ മുകളിൽ കയറി നിൽക്കുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. മയ്യത്തും കട്ടിലിന്റെ മുകളിൽ കയറിയിട്ട് ആത്മാവ് നോക്കുകയാ. എന്നോട്ടാണ് നോക്കുന്നതെന്നറിയോ? നമ്മുടെ വീട്ടിലേക്ക് നോക്കുകയാ. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ കരയുന്നുണ്ട്, പ്രിയപ്പെട്ട മക്കൾ അവിടെ കരയുന്നുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ കരയുന്നുണ്ട്. ആ രംഗം നോക്കിയിട്ട് നമ്മുടെ ആത്മാവ് കരയുകയാ. പെണ്ണേ ഞാൻ പോവുകയാ, പെണ്ണേ ഞാൻ പോവുകയാ. മക്കളെ ഇനി ഒരിക്കലും മുട്ട തിരിച്ചു വരില്ല, ഇനി ഒരിക്കലും മുട്ടച്ച് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്തും കട്ടിലിന്റെ മുകളിൽ എന്റെയും നിങ്ങളുടെയും ആത്മാവ് കയറി നിൽക്കുമെന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ലോകത്തിന് വരെ കളവ് പറയാത്ത, കളവിന്റെ ലാഞ്ചന പോലും സംസാരിക്കാത്ത, കളവ് പറയാൻ നാവ് ഉയർത്താത്ത, തമാശക്ക് പോലും പൊള്ളു പറയാത്ത ലോകനേതാവ് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ അവസാനം എന്നെയും നിങ്ങളെയും പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയ ചെറുനാട്ടുകയിലെ നമ്മുടെ വീടിന്റെ പരിസരത്തിലുള്ള പന്തപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ നല്ല മനുഷ്യനാണ് എങ്കിൽ കറക്റ്റ് നമസ്കരിക്കുന്ന മനുഷ്യനാ. പടച്ച തമ്പുരാന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരാണോ? നോമ്പ് പിടിക്കുന്നവരാണോ? രാളിന്റെ സദസ്സിലേക്ക് വരുന്നവരാണോ? ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരാണോ? മദ്രസയെ സഹായിക്കുന്നവരാണോ? പള്ളിയോട് സഹകരിക്കുന്നവരാണോ? മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണോ? ഉസ്താദുമാരെ അനുസരിക്കുന്നവരാണോ? അവന്റെ മയ്യത്തിനെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യനൊക്കെ രണ്ട് മലക്കുകൾ വന്നിട്ട്, ആ മലക്കുകൾ വന്നിട്ട് അതാ വിരിവിരിച്ചു കൊടുക്കുകയാ, നല്ല തണല് വിരിച്ചു കൊടുക്കുകയാ. ആ മനുഷ്യനെ സന്തോഷിക്കുകയാ. മാത്രമല്ല ഒരു മലക്ക് വന്നിട്ട് അവന്റെ മുന്നിലൊരു ക്യാമറ വെക്കുകയാ. അത് ഏത് ക്യാമറയാണെന്നറിയോ? സ്വർഗത്തിലേക്ക് കണക്ഷനുള്ള ക്യാമറയാ. അല്ലാഹുവേ ആ ഭാഗ്യം നിങ്ങൾക്ക് നൽകണയല്ല. ഈ സിഎം നഗറിടുന്ന മുഅ്മിനീങ്ങൾക്ക് ആ ഭാഗ്യം നൽകണയല്ല, നീ നൽകണയല്ല. ആരുടെ മണ്ണിന്റെ അകത്തളങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് മലക്ക് വന്നിട്ടൊരു ക്യാമറ കാണിച്ചു തരികയാ. പ്രിയമുള്ളവരെ, ആർക്കാണ് ആ ഭാഗ്യം ലഭിക്കുന്നത്? ആർക്കാണ് ആ സ്വർഗത്തിന്റെ ഫോട്ടോ കാണാ ഭാഗ്യം ലഭിക്കുന്നത്? പടച്ച തമ്പുരാന്റെ പള്ളിയുടെ മിനാരങ്ങളിലൂടെ അസ്സലാത്തു ഖൈറും മിനന്നൗം. നമസ്കാരമാ പൊന്നുമോരെ, നമസ്കാരമാ പെങ്ങളെ, ഉറക്കിനേക്കാ ഹൈറെന്ന് പടച്ചു തമ്പുരാന്റെ പള്ളിയുടെ മിനാരങ്ങളിലൂടെ കേൾക്കുമ്പോ ആ നമസ്കാരത്തിന് എണീക്കുന്നവരുണ്ടെങ്കിലോ സുബഹ് നമസ്കാരം ഉപേക്ഷിക്കാത്തവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമസ്കാരം നഷ്ടപ്പെടല്ലേ, ഒരിക്കലും നഷ്ടപ്പെടല്ലേ. അല്ല നമുക്ക് ആരോഗ്യം നിന്നില്ലേ ചെറുപ്പ